ഹായ് ഹലോ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളുകളായി ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്തത് ഈ ചാനലിൽ. നിങ്ങളൊക്കെ കണ്ടതുപോലെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാണാത്തവർ ആ ചാനലിനെ ഞാൻ ഇതിനകത്ത് കൊളാബ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കണേ, എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ലോങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. രാത്രിക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഞങ്ങൾ പോകുന്നത് ഒരുപാട് സ്ഥലങ്ങളിലോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കാശ്മീരിലാണ്. കാശ്മീരിലെ ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേക്കാട്ടോ. 28-ാം തീയതി രാത്രിയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 29-ന് പുലർച്ചെയായിരുന്നു നമുക്കുണ്ടായിരുന്ന ട്രെയിന്. നമുക്ക് ഡയറക്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ട്രെയിന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കണക്ഷനായിട്ടാണ് പോകുന്നത്. കണ്ണൂർ ടു ചെന്നൈ, ചെന്നൈ ടു ഡൽഹി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ബസ്സിനായിരുന്നു ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യാത്രകളൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ വഴിയേ പറയാം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കേട്ടോ നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. യാത്രയിലുള്ളത് ഞാൻ, റിമിക്ക മക്കൾ, പിന്നെ റിമിക്കാൻ്റെ അനിയൻ റെസ്സി ഉണ്ട്, പിന്നെ ഉമ്മ അതൻകുട്ടിയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും പേരാട്ടോ പോകുന്നത്. ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു, കാരണം ഞാൻ പറഞ്ഞല്ലോ നീണ്ട യാത്രയാണെന്നുള്ളത്. പക്ഷേ ആ ലഗേജ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൊണ്ടു നടക്കുന്ന സമയത്ത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് ഇറക്കി തന്നതിന് ശേഷം റിമിക്ക നേരെ പോയത് ഞങ്ങളുടെ വണ്ടി ഒന്ന് സർവീസിന് വെക്കാനായിരുന്നു. കുറച്ചധികം ദിവസം ഉള്ളത് കാരണം കുറച്ച് പണിയൊക്കെ അതിന് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ആക്കി റിമിക്ക പോയി. നമ്മൾ കാത്തു നിൽക്കുന്ന സമയത്ത് വരുന്നൊരു ഗുഡ്സ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു. ഇത് ഒടുക്കത്തെ സൗണ്ടായിരുന്നു കേട്ടോ. ആ പ്ലാറ്റ്ഫോം മൊത്തം ഇളകി മറിയുന്ന പോലെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊന്ന് സംസാരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ഇപ്പം എൻ്റെ സൗണ്ടിനൊരു വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കോൾഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്യത്യാസം കേട്ടോ. നല്ല ചുമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് ചെന്നൈയിലോട്ടേക്ക് പോകുന്നത് സ്ലീപ്പറിൽ ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിക്കത്തെ കാഴ്ചയാണ്. അതുംകുട്ടി ഉമ്മാനെ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ടായിരുന്നു, കാരണം അവനിങ്ങനെ ലോങ് ഒന്നും അധികം പോയിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്നവൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ രാത്രി മൊത്തം കുറച്ച് ബഹളമായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ കേട്ടോ കിടന്നുറങ്ങുന്നത്. ഇത് മൊത്തം കാണുന്നത് നമ്മുടെ ലഗേജാണ്. റെസീൻ്റെ അടുത്തായിരുന്നു ഹസ്ബ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഹസ്ബ് ഒന്നും ഇവർ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചൊന്ന് നേരം വെളുത്തപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ. മക്കൾ രണ്ടുപേരും അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ട്രെയിനിൽ അത്യാവശ്യം ഓക്കെ ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ബാത്റൂമൊക്കെ നീറ്റായിരുന്നു. ഉമ്മ കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചതുണ്ടല്ലോ, അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിനിൽ നിന്ന് വാങ്ങണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന സമയത്ത്. പിന്നെ മക്കളെയും കൊണ്ട് പോകുന്ന ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ മെഡിസിൻ ബോക്സൊക്കെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെമിക്കാക്ക് നല്ല കോൾഡൊക്കെ വന്നത് കാരണം ഡ്രസ്സിയും മരുന്നൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു യാത്ര, ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു നമ്മൾ പോയി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് ഹസ്ബൊക്കെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി. പിന്നെ നമ്മൾ അങ്ങോട്ടേക്കുള്ള ഫുഡ് മൊത്തം ട്രെയിനിലെ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അവിടുത്തെ വൃത്തിയും കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ വേറെ രക്ഷയില്ലല്ലോ, മക്കളുണ്ട്, പിന്നെ നമുക്കും വിശപ്പുണ്ട്, കഴിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം ട്രെയിനിലെ ഫുഡായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് കിട്ടിയ ഫുഡ് നല്ലതായിരുന്നു. ഇത് ഉച്ചക്കത്തെ കേട്ടോ. ഉച്ചക്കത്തെ നല്ല അത്യാവശ്യം നല്ല ഫ്ലേവറായിട്ടുള്ള നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് എത്തി. അവിടെ എത്തിയ സമയത്ത് അത് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ പ്ലാറ്റ്ഫോം 1, 2 ഒക്കെ ഒരുപാട് ദൂരെ, എനിക്ക് തോന്നുന്നു 10, 16 കറക്റ്റാണോന്ന് ഓർമ്മയില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നേ. അപ്പം ആ ലഗേജ് എടുത്ത് നടക്കുന്നത് ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ഈ ഒരു ആളോട് സംസാരിച്ചിട്ട് ആ വണ്ടിയിൽ കയറ്റിയിട്ടാണ് പിന്നെ നമ്മൾ ലഗേജ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ അതിനകത്ത് കയറിയതിന് ശേഷമായിരുന്നു നമ്മൾ രാത്രിക്കത്തെ ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ വൈകുന്നേരം ആയപ്പോഴാണ് ചെന്നൈ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മുടെ അടുത്ത ട്രെയിനും. അപ്പോൾ ഇത് ഒരു പനീർ അതുപോലുള്ള സാധനങ്ങൾ മിക്സ് ആക്കിയിട്ടുള്ള ഒരു റൈസിൻ്റെ സെറ്റ് തന്നെയായിരുന്നു. താലിന്നങ്ങനെ കേട്ടോ ഇവർ പറയുന്നത്. അങ്ങനെ ഇതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പനീർ കറി നല്ലതായിരുന്നു. ചിലത് നമുക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല.
പ്രത്യേകിച്ച് ഞാനൊരു നോൺ വെജ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഫുഡുകൾ കൂട്ടി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ എന്നാലും കഴിച്ചു. പിന്നെ യാത്ര ചെയ്യുന്നവരോട് പറഞ്ഞു തരാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്യാവശ്യം നല്ലപോലെ ട്രെയിനിനുള്ളിൽ കച്ചവടം നടത്തുന്നവർ പറ്റിക്കും കേട്ടോ. ഈ ചോറിൻ്റെ കൂടെ നമുക്ക് 3 ചപ്പാത്തിയും കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചോറ് നമുക്ക് ആ ഒരു പൈസയ്ക്ക് വേർത്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു. പക്ഷേ ട്രെയിനിലുള്ളതിനേക്കാൾ എക്സ്ട്രാ പൈസ ഇവർ വാങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ നമുക്ക് വെള്ളത്തിന് 14 രൂപയാണ്. പക്ഷെ അവർ നമ്മളോട് 20 രൂപ വാങ്ങും. ആദ്യത്തെ 1-2 തവണ നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് വാങ്ങിയിട്ടാ. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ അങ്ങനെ കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. റിംകയും കൊടുത്തിട്ടില്ല, റെസിനെ മാത്രമാണ് പറ്റിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇവർ അത്യാവശ്യം പറ്റിക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവർ പെട്ടെന്ന് നമുക്ക് പൈസ തിരിച്ചു തരും കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. ഇതുപോലെ ബാത്റൂമിൻ്റെ സൈഡിൽ കിടന്നുറങ്ങിയിട്ട് പോകുന്നവർ, അതുപോലെ ബാത്റൂമിൽ വെള്ളം കുടിക്കുന്നവർ, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നേ. നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെന്നൈ ടു ഡൽഹിയിലോട്ടേക്ക് നമുക്ക് കിട്ടിയ സീറ്റുകളെല്ലാം ബുക്ക് ചെയ്തിട്ടാണെങ്കിലും കിട്ടിയ സീറ്റുകളെല്ലാം RAC ആയിരുന്നേ. RAC എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. നമ്മുടെ സൈഡിലിരിക്കുന്ന 2 പേരിരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്കിങ്ങനെ നിവർത്തി വെക്കാൻ പറ്റില്ലേ, അവിടെയായിരുന്നു നമുക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഷെയർ ചെയ്യണം. അതാണ് അസുഖവും റിംകിയെല്ലാം ഒന്നിച്ച് കിടക്കുന്നത് കാണുന്നത് കേട്ടോ, ബേബിയൊക്കെ കൂടെ. കാരണം വേറെ രക്ഷയില്ല. നമുക്ക് ആ ഒരു സീറ്റ് നമ്മൾ ചിലപ്പോൾ യാത്ര അവിടെ എത്തുമ്പോഴത്തേനും അത് സ്ലീപ്പറിലോട്ടേക്ക് മാറും എന്നുള്ള പ്രതീക്ഷയിൽ എടുത്തായിരുന്നു. പക്ഷെ മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ TTR വന്ന സമയത്ത് പറഞ്ഞു, നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടാണ് എടുത്തേക്കുന്നത്, നമുക്കിങ്ങനെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സീറ്റ് ഒഴിയുകയാണെങ്കിൽ പറയണേന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കുറച്ച് ചാടയൊക്കെ ഇട്ടിരുന്നെങ്കിലും രാത്രി ആയപ്പോൾ ഒഴിയുന്ന സീറ്റുകൾ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഹെൽപ്പായി. കാരണം നമുക്കൊന്ന് ശരിക്കൊന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ, കുഞ്ഞുമക്കളുള്ളതല്ലേ, അങ്ങനെ കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏകദേശം ഭോപ്പാലൊക്കെ എത്താനായ സമയത്ത് നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. ഇത് കണ്ടില്ലേ, സൂര്യൻ ശരിക്കും ആ ഒരു സൂര്യകിരണം ഭൂമിയിലോട്ടേക്ക് പതിക്കുന്ന ആ ഒരു ഭംഗി കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച്. പിന്നെ ഭോപ്പാൽ എത്തിയപ്പോൾ ട്രെയിനിൻ്റെ അവസ്ഥ ആകെ മാറി. നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലെയൊന്നും അല്ല കേട്ടോ. നമ്മൾ സ്ലീപ്പറാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മൊത്തം ജനറൽ പോലെ ആൾക്കാർ കയറി ഇരിക്കുകയാണ് നമ്മൾ കിടക്കുന്നിടത്തൊക്കെ. RAC ആയതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റിലോട്ടേക്ക് അധികം ആൾക്കാർ വന്നില്ല. പക്ഷേ സ്ലീപ്പറിൻ്റെ ആ ഭാഗത്ത് മുഴുവൻ ആൾക്കാരായിരുന്നു. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരായിരുന്നു കേട്ടോ. ഭയങ്കര തിക്കും തിരക്കും കാരണം കുഞ്ഞ് കരച്ചിലൊക്കെ ആയി. അങ്ങനെ റിംകി എന്ത് ചെയ്തു, കംപ്ലയിൻറ്റ് ചെയ്തു കേട്ടോ. റെയിൽവേയിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ 2ാമത്തെ സ്റ്റോപ്പിലെങ്ങാനും റെയിൽവേ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ കാര്യങ്ങൾ അന്വേഷിച്ചു. പക്ഷെ അവർക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെയാണ് അവർ പറഞ്ഞത്. അടുത്തൊരു സ്റ്റോപ്പും കൂടി കഴിയുമ്പോൾ തിരക്കൊക്കെ കുറയുന്നൊക്കെ പറഞ്ഞിട്ട് പോവാട്ടോ ചെയ്തത്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമ്മളെ കാത്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഡ്രൈവർമാരാണ് നമ്മളിങ്ങനെ വിളിച്ച് കൊണ്ടുപോകാനുള്ളത്. അതിനകത്തൊരു ചേട്ടനാണ് ഇത്. ആൾ നമ്മളൊരു ഹോട്ടലുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകണേ. നമ്മൾ 2 ഓട്ടോയിലായിട്ടാണ് പോയത്. കാരണം ലഗേജും ആൾക്കാരും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ഓട്ടോയിൽ ആൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ റിസ്ക് ആയതുകൊണ്ട് അങ്ങനെ പോയില്ല. പിന്നെ ഡൽഹി ടൗണിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ പ്രത്യേകിച്ചിട്ട് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക സ്കില്ലും പ്രത്യേക നാവൊക്കെ വേണം. ആൾ കണ്ടോ, നമ്മളെ ട്രാഫിക്കിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പോയേക്കാണ് അടുത്ത ആളോട് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. റിംകി പറയുന്നുണ്ടായിരുന്നു തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എങ്ങനെ ഡ്രൈവ് ചെയ്യും എന്നുള്ള കാര്യം. നമ്മൾ വിചാരിച്ചു വണ്ടിയൊക്കെ മൂവ് ചെയ്തപ്പോൾ ആൾ തിരിച്ചു വരുന്നതാണെന്നില്ല, നമ്മളിനി പോയി വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ. ഇതാട്ടോ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ വൃത്തിയുടെ കാര്യത്തിലൊക്കെ വളരെ 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 പുറകിലോട്ടേക്കാണെന്ന് തന്നെ പറയണം. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ റൂം. പക്ഷേ അവിടത്തേക്ക് എത്താൻ ഒരുപാട് മണിക്കൂർ വേണം. കാരണം ഈ ട്രാഫിക് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. റോഡ് സൈഡൊക്കെ വളരെ മോശമാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ക്യാപിറ്റൽ എന്നൊക്കെ പറയാൻ നാണക്കേടാവുന്ന ഒരു അവസ്ഥയാണ്. നമ്മളെങ്ങനെ പുറത്ത് പോയി ഇന്ത്യക്കാരെന്നൊക്കെ പറയും. ഈ യാത്രയിൽ നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കാരെന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നതെന്ന് പറയുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടി റെസ്പെക്റ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ചെന്നൈ ടു ഡൽഹി യാത്രയിലെ കാര്യങ്ങൾ, നൈറ്റ് യാത്രയിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ. ഞാനും ഉമ്മയും സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് ഒരു 2 പേര്, മെയിനായിട്ട് ഒരു 2 പേര് നമ്മളൊരു പ്രത്യേക നോട്ടവും നമ്മളെ ഒരു എന്താ പറയുക, നമുക്കൊരു ടെൻഷനാക്കുന്ന രീതിയിലായിരുന്നു. ഒരാൾ രാത്രിക്ക് വന്നിട്ട് എൻ്റെ സീറ്റിൻ്റെ അടുത്തോട്ടേക്ക് പെട്ടെന്ന് ഇരുന്നിട്ട് ഉമ്മാൻ്റെ RACയിൽ മേലെ കിടക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലോട്ടേക്ക് വന്നിടത്ത് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുവാണ്, അതുകൊണ്ട് ജസ്റ്റ് ഇരിക്കുന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, അപ്പുറത്തോട്ടേക്ക് മാറിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ അടുത്ത
സ്റ്റോപ്പിൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും അവിടെ ഇരിക്കാൻ പറ്റില്ല, മാറിയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ മാറിയിരുന്നു. പക്ഷേ അയാൾ ഒരുപാട് ദൂരമായിട്ടോ ഇറങ്ങിയത്. അയാളുടെ ഉദ്ദേശം എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ഒരു റൂം എടുത്തു. 2000 രൂപയായിരുന്നു റൂമിന്. പക്ഷെ അതിന് മാത്രമുള്ള ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുത്തെ വൃത്തിയും കാര്യങ്ങളും നമ്മൾ ഓവർ എക്സ്പെക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഇയാൾ നമ്മൾ അത്യാവശ്യം നല്ലപോലെ പറ്റിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് കട്ടറിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്, ശ്രീനഗറിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡ് ബസ്സിൽ ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വോൾവോ. പക്ഷേ അതെന്തുകൊണ്ടോ അരമണിക്കൂർ മുമ്പ് ക്യാൻസലായി. പക്ഷേ റസിയുടെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തത് കാരണം ഞാൻ വൈഫൈ കൊടുത്തപ്പോൾ, ഞാനെല്ലാം റെമിക്കാൻ്റെ ഫോണിൽ നിന്ന് വൈഫൈ കൊടുത്തപ്പോഴാണ് പിന്നെ അവന് ആ മെസ്സേജ് മെയിൽ വന്നത് കാണുന്നത്. പിന്നെ നമ്മൾ ആകെ ടെൻഷനായി, റെമിക്ക ഫുൾ ടെൻഷനായി. കാരണം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹോട്ടലുകാരോട് പറഞ്ഞ് നമ്മൾ റൂം ക്ലീൻ ചെയ്യേണ്ട, നമ്മൾ ചിലപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും, കാരണം പിറ്റേന്ന് വൈകുന്നേരമാണ് പിന്നെ ബസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ തന്നെ എന്ത് ചെയ്തു, ഒരു ബസ് നിങ്ങൾക്ക് എങ്ങോട്ടാ ശ്രീനഗറിലല്ലേ പോകേണ്ടതെന്ന് ചോദിച്ച് നമ്മൾ അതേന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തതിനേക്കാളും ഒരു 500 രൂപ അങ്ങനെ എക്സ്ട്രാ ആക്കിയിട്ട് അയാൾ ഒരു ബസ് നമുക്ക് ബുക്ക് ചെയ്ത് തന്നു. നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 1500 രൂപ അയാളുടെ അടുത്ത് അവിടെ ഏൽപ്പിച്ചിട്ട് ബാക്കി ബസ്സിൽ നിന്ന് കൊടുത്താൽ മതി, അത് അയാൾ പേ ചെയ്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ അവിടെ ഏൽപ്പിച്ച് ബസ് കയറാൻ വേണ്ടി കുറച്ച് ദൂരെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നതിന് 250 രൂപയായിരുന്നു ഓട്ടോയിലുണ്ടായിരുന്നത്. അത് ഒരൊറ്റ ഓട്ടോയിലാട്ടോ എല്ലാവരും കൂടെ പോയത്. അയാൾ ലഗേജൊക്കെ എങ്ങനെയോ വലിച്ച് കെട്ടി അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടിറക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഡൽഹി എന്താ പറയുക മസ്ജിദാട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് ഒന്നും പോയിട്ടില്ല, ജസ്റ്റ് ഓട്ടോയിൽ പോകുന്ന വഴിക്ക് എടുത്തത്. അവിടെ നല്ല തിരക്കാണ്, ഒരു എന്താ പറയുക മാർക്കറ്റ് പോലെയൊക്കെ ഉണ്ട്. ഓട്ടോക്കാരൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അയാൾ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ടോ അതുപോലുള്ള ആൾക്കാർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ കൈയും കാലൊക്കെ പിടിക്കൂട്ടാ. കുട്ടികളൊക്കെ വന്നിട്ട് നമ്മൾ പൈസ കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കാലിലൊക്കെ വീഴും, ഉമ്മാൻ്റെ കാലിലൊക്കെ വീണ് നമ്മൾ പിന്നെ നമ്മളെ കയ്യിലുള്ള സ്നാക്സ് മാത്രമായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പറ്റിക്കലിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബസ് കയറി, നമുക്ക് സെമി സ്ലീപ്പറായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. പക്ഷേ നേരത്തെ വോൾവോൻ്റെ ആയിട്ട് സ്ലീപ്പറിൽ തന്നെ നമുക്ക് ഇതിൽ റേറ്റ് കുറഞ്ഞിട്ടായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സെമി സ്ലീപ്പറിൽ അത്രയും റേറ്റ് ഉണ്ടായിരുന്നില്ല. 1500 രൂപ അയാൾ നമ്മളെ പറ്റിച്ചതായിരുന്നു കേട്ടോ. 3500 രൂപയെ നമുക്ക് അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നമ്മൾ ഏകദേശം രാവിലെ ആയപ്പോൾ നമുക്ക് സ്ലീപ്പറിൽ ഒരുപാട് ആൾക്കാർ ഒഴിഞ്ഞപ്പോൾ ബസ്സിലെ ആൾക്കാർ തന്നെ പറഞ്ഞ് പോയിട്ട് സ്ലീപ്പറിൽ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കിടന്നു. നമ്മളൊരു ഗ്രൗണ്ടിലായിരുന്നു ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരുപാട് നമ്മളെ എന്താ പറയുക ഹെലികോപ്റ്റർ ഇങ്ങനെ നമ്മളെ KSRTC ബസ് സർവീസ് നടത്തുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് റെമിക്കൊരു സിം എടുത്തു, കാരണം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ സിം ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. പോസ്റ്റ് പെയ്ഡ് സിം തന്നെ വേണം അവിടുത്തെ. അങ്ങനെ അവിടുന്ന് സിം എടുത്തതിന് ശേഷം പിന്നെ റെമിക്കാൻ്റെ വൈഫൈയിലാണ് നമ്മളൊക്കെ ഉപയോഗിച്ചത്. കട്ടറിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു, അന്തരീക്ഷം വൃത്തിയില്ലായിരുന്നെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു. അയാൾ നമ്മളോട് ശ്രീനഗറിലോട്ടേക്കുള്ള ഡയറക്റ്റ് ബസ്സാണെന്ന് പറഞ്ഞിട്ടാട്ടോ ഇത്രയും പൈസ വാങ്ങിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബസ്സിൽ കയറിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് കട്ടറ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ എങ്ങനെ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണമായിരുന്നു. അപ്പോൾ അപ്പോഴും റെമിക്കാക്ക് ടെൻഷനായി, കാരണം രാത്രിയാണ്, പെട്ടെന്നാണ്, നമ്മളെല്ലാവരും ഉണ്ട്, അവിടെ കട്ടറയിൽ എത്തിയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല, എങ്ങനെ പോകുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ആമസോൺ പേൻ്റെ അകത്ത് ജസ്റ്റ് നോക്കി അങ്ങോട്ടേക്ക് ട്രെയിൻ എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ വന്ദേ ഭാരത് ഉണ്ടെന്ന് കണ്ടു. നമ്മളപ്പം തന്നെ വന്ദേ ഭാരത് എങ്ങനെ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒഴിവ് വരുന്ന സീറ്റുകൾ അവർ കാണിക്കും കേട്ടോ. അങ്ങനെ കാണിച്ച ഒരു 591 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ബുക്ക് ചെയ്തു. ബസ്സിൽ കുറേ മലയാളി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടെൻഷനായിട്ട് റെമിക്ക അതിൻ്റെ അകത്ത് നിന്ന് അവരെ കൊണ്ടുവരുന്ന ട്രാവൽസുകാരുടെ നമ്പറൊക്കെ വാങ്ങി അവരൊക്കെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ അവർ ഇങ്ങോട്ടേക്ക് നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ കൊടുക്കണേ എന്നുള്ളത്. പക്ഷേ നമ്മളെ അയാൾ പറ്റിച്ചതാണെങ്കിലും നമ്മൾ ടെൻഷൻ അടിച്ചെങ്കിലും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങോട്ടേക്കുള്ള യാത്രയിനകത്ത് എന്ന് പറയുന്നത് ഈ വന്ദേ ഭാരതിലെ യാത്രയാട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ആഗ്രഹിച്ചത് വന്ദേ ഭാരതിൽ പോകണമെന്നായിരുന്നു. പക്ഷേ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ബസ്സിലോട്ടേക്ക് മാറ്റിയതാണ്. പക്ഷേ എന്താ പറയുക, നമ്മുടെ യാത്ര സുന്ദരമാക്കാൻ പഠിച്ചോൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ല പഠിച്ചോൻ തീരുമാനം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കുമെന്നാണല്ലോ. അങ്ങനെ നമുക്ക് ഏറ്റവും വലിയ പാലത്തിലൂടെയും ടണലിലൂടെയും അങ്ങനെയൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ആ വന്ദേ ഭാരതിലെ യാത്ര. അങ്ങനെ നമ്മൾ എന്താ പറയുക ശ്രീനഗറിലെത്തി, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ മുഴുവനായിട്ട് മാറിയിട്ടാ. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയായിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ കണ്ടില്ലേ, ഫുള്ള് മാറി. ഇതിനകത്തും ഇവരിങ്ങനെയൊക്കെ നിൽക്കുന്നെങ്കിലും നല്ല നല്ല മനുഷ്യന്മാരാട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നമ്മൾ യാത്ര ചെയ്തതിനകത്ത് വെച്ചിട്ട് ഏറ്റവും എൻജോയ് ചെയ്ത ഏറ്റവും അടിപൊളിയായിട്ട് നിന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ കാശ്മീരാണേ.
നമ്മളൊരു എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്കൊരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായാലും അതുപോലെയായിരുന്നു അവിടുത്തത്. നമ്മളവിടെ എത്തിയ സമയത്ത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ പരിചയക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് റൂമിലോട്ടേക്ക് അവർ കൊണ്ടുപോയിട്ട് രാത്രിയായപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. റൂമിലെത്തിയ സമയത്ത് ഹസ്ബൻഡിൻ്റെ കുഞ്ഞിക്കിളീൻ്റെ കളിയാട്ടോ കാണുന്നത്. ഈ വീഡിയോനകത്ത് നമ്മുടെ കണ്ണൂർ ടു കാശ്മീർ വരെയുള്ള ശ്രീനഗർ വരെയുള്ള വിശേഷങ്ങളാണ്. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ വരാം. അതുവരേക്കും ബൈ.